എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ താറിൻ്റെ തന്നെ വർക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ കാണുന്ന നമ്മുടെ താറിൻ്റെ വർക്കാണ്. നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ തീർത്ത് പോകാണ് വണ്ടിയുടെ. അപ്പോൾ ഇനി നമ്മൾ വണ്ടിയിലേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫാം ജാക്കിൻ്റെ ഫിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫാം ജാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വണ്ടിയുടെ ബോണറ്റിൻ്റെ മേലെയാണ്. ബോണറ്റിൻ്റെ മേലെ ഓൾറെഡി തരുന്ന 3 സ്ക്രൂ ഉണ്ട്. അതിലേക്ക് നമ്മളൊരു മൗണ്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ നമ്മുടെ ഫാം ജാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം. ഫാം ജാക്ക് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാം ജാക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഉപയോഗിച്ചാണ്. ഈ ഒരു മൗണ്ട് ഉപയോഗിച്ചിട്ടാട്ടോ നമ്മൾ മറ്റേ ബോണറ്റിൻ്റെ മേലെ മൗണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫാം ജാക്ക് വാങ്ങി അവർ തന്നെ നമുക്ക് തന്നതാണ്. അപ്പോൾ ഇത് കസ്റ്റം മെയ്ഡാണ് സാധനം. അപ്പം നമ്മളിത് ഇപ്പോൾ ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണേ. ഒന്ന് പേപ്പറൊക്കെ ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് സൈഡൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കുലുക്കി സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ വേഗം ഉണങ്ങുമല്ലോ. അപ്പോൾ അത് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വണ്ടിയിലേക്ക് മൗണ്ട് ചെയ്യാം. പിടിപ്പിക്കാൻ വേണ്ടി പോന്നേ ഫാം ജാക്കാ ഇഷ്ടപ്പെട്ട നമ്മൾ ഇതോടെ പിടിപ്പിക്കുക വണ്ടിയുടെ ബോണറ്റിലാ. ഓക്കെ, ഫാം ജാക്ക് പിടിപ്പിക്കുന്ന കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ടോർഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഷോക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ടോർഷൻ ബാർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ വണ്ടിക്ക് അടിയിൽ ടോർഷൻ ബാർസ് കമ്പനി തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയൺമാൻ്റെ സസ്പെൻഷൻ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആവും. നമുക്ക് അയൺമാൻ്റെ ഷോക്കിന് ട്രാവലിംഗ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ടോർഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഹൈറ്റ് പ്രോപ്പറായിട്ടൊന്ന് ഉയർന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഷോക്കിന് ട്രാവലിംഗ് നമുക്കൊന്ന് കൂടി കിട്ടും. നമ്മുടെ ടോർഷനാണ് ഈ കാണുന്നത് കേട്ടോ. വണ്ടിയുടെ ഓൾറെഡി കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ കാണുന്ന ആ ഒരു ഏരിയ, ആ ഒരു നെറ്റ് ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വണ്ടിയുടെ ഹൈറ്റ് മാറി വരും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഹൈറ്റിനേക്കാൾ ഇപ്പോൾ നമ്മൾ നേരത്തെ വണ്ടി ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഹൈറ്റ് ഇപ്പോൾ ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അത് 2 ഭാഗം ഒരേപോലെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് ഈക്വലായിട്ട് വണ്ടിയുടെ കൂടും. ഇതിന് നോക്കിയാൽ 11 12:30 हो गया. ओके, पहले 11 इतना था ना. हाँ अब इतना हो गया. अच्छा ठीक है, 13 हो गया ना. ठीक है. അപ്പം നമ്മുടെ കോ ഡ്രൈവർ സൈഡിലുള്ള ടോർഷൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഡ്രൈവർ സൈഡിലെ ടോർഷൻ ബാർ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ഹൈറ്റ് ആവും. थोड़ा सा ऊपर करना ना. थोड़ा सा ऊपर करना ना. 13 तक करना ना. ठीक है. ഒരു ഇഞ്ച് കൂടി ഹൈറ്റ് കയറണം. ഓക്കെ, ഇനി നമുക്ക് വെച്ച് നോക്കാം. 13 വെച്ചിരിക്കുന്നത് 2 സൈഡിലേക്ക്. हाँ ठीक है, 13 है ना. ठीक है, सही है. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. പഴയതിനുള്ളേക്കാളും നമുക്കത് പുറത്തുനിന്നാണ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി കുറച്ച് ഹൈറ്റ് കൂടിയെന്ന്. കാരണം അങ്ങനെ ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഷോക്കിൻ്റെ ആക്ഷൻ കറക്റ്റ് കിട്ടത്തുള്ളൂ. ബാക്ക് വശം ഓക്കെയാണ്, ലീഫ് ആയതുകൊണ്ട് പ്രശ്നമല്ല. ഫ്രണ്ട് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് എന്തായാലും ഷോക്ക് നമ്മൾ അയൺമാൻഡ് ചെയ്തുകൊണ്ട് ഹൈറ്റ് കൂട്ടേണ്ടതായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല.
പിന്നെ ഇപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട്, ആ ഒരു ഗ്യാപ്പ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്കും. അപ്പോൾ അത് ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ജാക്കിൻ്റെ മൗണ്ട് ഉണങ്ങിയോ നോക്കാം. ഉണങ്ങിയെങ്കിൽ നമുക്ക് നേരെ അതിവിടെ മൗണ്ട് ചെയ്യാം. ഇതിന് മേലെയാണ് നമ്മളിത് മൗണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 1 2 3 ഈ 3 പിന്നെ സ്ക്രൂ അഴിച്ചിട്ട് അതിൻ്റെ മേലേക്ക് മൗണ്ട് വെച്ച് ടൈറ്റ് ചെയ്ത് അതിൻ്റെ മേലേക്ക് നമ്മുടെ ഫാം ജാക്ക് വെച്ച് അതിൻ്റെ മേലെ നട്ടും ബോട്ടും ഇട്ട് ടൈറ്റ് ചെയ്യുക ചെയ്യാം നമ്മൾ. നമ്മുടെ മൗണ്ട് വെക്കാനുള്ള സ്ക്രൂ ഇവിടുന്ന് അഴിക്കണം ആദ്യം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മൗണ്ട് എന്തായി നോക്കാം നമുക്ക്. മൗണ്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യോടെ പോയി അത് ആദ്യം ഫിറ്റ് ചെയ്യാം. ഉണങ്ങിയത് ഉണങ്ങിയല്ലേ, സെറ്റ്. ഫസ്റ്റ് മൗണ്ട് സെറ്റ് ചെയ്യാം. अच्छा वो टाइट करना थोड़ा सा मुश्किल होगा. അപ്പോൾ നമ്മുടെ മൗണ്ട് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞ് 2 മൗണ്ടും പിന്നെ ഇപ്പോൾ നമുക്ക് നേരെ ഫാം ജാക്ക് സെറ്റ് ചെയ്യാം. സ്പീഡിൽ പറിക്കുക. സെറ്റ്. ऐसे उल्टा ऐसे करना है और इसका होल्स पे हाँ ऐसे, हाँ ऐसे. ये इस पर रखेगा, इस पर रखेगा, किस पे ऐसे ही रखा ना, ये नीम ऊपर आने वाला. हाँ ഉൾട്ടാ വെക്കണ്ടേ തോന്നല്ലേ. ബड़ा चाहिए. നമ്മുടെ വിൻഷീൽഡിന് മേലെ വന്നിരിക്കുന്ന ക്ലാമ്പില്ലേ, അപ്പോൾ അതിന് കുറച്ചുകൂടി നീട്ടം വെക്കണം. കുറച്ചുകൂടി അത് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫാം ജാക്ക് നമ്മുടെ ഫോഗ് ലാമ്പിനെ മറയ്ക്കും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മളിപ്പോൾ ഷോപ്പിൽ വന്നിട്ടുള്ളത്. അത് നമ്മൾ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ ഫാം ജാക്ക് ഫിറ്റ് ചെയ്തതിന് ഏകദേശം ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്, ഒരു കൺക്ലൂഷൻ വീഡിയോ. ഞാൻ ഫാം ജാക്കൊക്കെ ഫിറ്റ് ചെയ്ത് അതിൽ എന്തെങ്കിലും വൈബ്രേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഫൈനൽ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് കയറ്റാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫാം ജാക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബോണ്ടിൻ്റെ മേലെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതാണ് നമ്മുടെ ഫാം ജാക്കിൻ്റെ ക്ലാമ്പ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് പിന്നെ ഫാം ജാക്കിൻ്റെ കൂടെ തന്നെ അവർ അയച്ചു തന്നാണ്. അപ്പം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ട വന്നു. നമുക്ക് ഇവിടെ 3 പിന്നെ സ്ക്രൂ വരുന്നുണ്ട്. ഈ 3 സ്ക്രൂ അയച്ചതിന് ശേഷം അതിന് മേലേക്കാണ് ഇത് മൗണ്ട് ചെയ്യുന്നത്. പിന്നെ മേൽവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഈ ഒരു പോർഷൻ ഞങ്ങൾക്ക് കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾറെഡി ഉള്ള ഈ ഒരു ഹോളിനെ നമ്മൾ കുറച്ചൊന്ന് വീതി കൂട്ടി, ആ ഹോളിൻ്റെ സൈസ് കുറച്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു സ്ക്രൂ നട്ടും ബോൾട്ടും ഇട്ട് ഇവിടെ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിം നമ്മൾ ആ സൈഡിലും ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കിവിടെ ഫോഗ് ലാമ്പ് വരുന്നതുകൊണ്ട് അത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കതിൻ്റെ വെളിച്ചം നമുക്ക് കിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും കേട്ടോ, ഫാം ജാക്കും ആ ഫോഗ് ലാമ്പും കറക്റ്റ് രണ്ട് സൈഡിലാണ് ഉള്ളത്. അപ്പം നമുക്ക് വെളിച്ചത്തിന് ഇപ്പം പിന്നെ ആ ഫാം ജാക്കിലേക്ക് തട്ടുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. നമുക്ക് പ്രോപ്പറായിട്ട് ഫോഗ് ലാമ്പിൻ്റെ വെളിച്ചം കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു ലുക്ക് വരിക കേട്ടോ. സംഭവം അടിപൊളിയാണ്. ആകെ ഞാൻ കണ്ടൊരു ചെറിയൊരു പോരായ്മ വെച്ചിട്ട് നമുക്ക് ഈ കാണുന്ന ഒരു നെട്ടും ബോൾട്ടും ഇല്ലേ, അത് ഊരാൻ ഉള്ളൊരു സമയം, നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഊരാനുള്ളൊരു സമയതാമസം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നുണ്ടോ ആ ഒരു നെട്ടും ബോൾട്ടും ഇവിടുന്ന് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാം ജാക്കിനെ മേലേക്ക് ഉയർത്തിയെടുക്കാം. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി സാധനമാണ്. നമുക്ക് പിന്നെ ഒരു ഓഫ് റോഡ് പർപ്പസിനും അതുപോലെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആകും ഈ ഒരു സാധനം. നമുക്ക് വൈബ്രേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു സംഭവം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടിയിൽ ഇത് ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു വൈബ്രേഷനോ സൗണ്ടോ പിന്നെ അതുപോലെ നമുക്കൊരു ബുദ്ധിമുട്ടോ വിസിബിലിറ്റിയുടെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്നത് ഈ കാണുന്ന ഈ ഒരു റെഡ് പോർഷൻ്റെ ഒരു ചെറിയൊരു ടിപ്പ് മാത്രം നമുക്ക് ക്യാബിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബാക്കിയൊക്കെ താഴെ ഉണ്ടാവുക. നമുക്ക് വിസിബിലിറ്റിയുടെ പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ കണ്ടൻറ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.